അവർക്ക് മറ്റെന്തെങ്കിലും ജോലിക്ക് വെക്കൂടെ എന്ന് ഓരോരുത്തർ ചോദിക്കുന്നത്. ഈ കേരളത്തിൽ PSC എഴുതി PSC ലിസ്റ്റിൽ കയറിയവർക്ക് പോലും ജോലി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പറയുന്ന നിന്റെയൊക്കെ തന്തമാര്, ഇങ്ങനെ പറയുന്ന ഇവരെ ഈ സൈബർ ആക്രമണം നടത്തുന്ന നിന്റെയൊക്കെ തന്തമാര് ജോലി നൽകുമോ? അത് മാത്രമല്ല, ഈ ഒരു പ്രായത്തിൽ 2 മക്കളുള്ള സമയത്ത് അവർക്ക് ഇനി എന്ത് ജോലിക്ക് പോകാൻ കഴിയും? ജോലിക്ക് പോയി കഴിഞ്ഞാൽ 10,000-10,000 രൂപ കിട്ടും. അതുകൊണ്ട് എങ്ങനെ ഇവർക്ക് കുടുംബം നടത്താൻ പറ്റും? ഇവരുടെ ആവശ്യങ്ങൾ നടത്താൻ പറ്റും? കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും? ഒന്നും സാധ്യമല്ല. അപ്പോൾ അവർ മുന്നിൽ കണ്ട ഒരു ഓപ്ഷൻ, നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയ രംഗത്തേക്ക് കടക്കുക എന്ന് തന്നെയായിരുന്നു. അവർ അതിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെയോ അതിഭീകരമായ രീതിയിൽ കുരുപൊട്ടി. അങ്ങനെ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രേണുസുധിയെ ആക്രമിക്കുന്ന ആ ഒരു രീതി, ആ ഒരു കാര്യം നിങ്ങൾ അത് അവസാനിപ്പിക്കണം. കൊല്ലസുധിയുടെ ഭാര്യയ്ക്ക് സിനിമാ രംഗങ്ങൾ അഭിനയിച്ചുകൂടെ? കൊല്ലസുധിയുടെ ഭാര്യയ്ക്ക് അവരുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ രംഗങ്ങൾ അഭിനയിച്ചുകൂടെ? ക്യാമറയ്ക്ക് മുന്നിൽ ആണ് അവർ അഭിനയിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് അവർ പറയുന്ന പോലെ ആരും കാണാതെ ഒളിച്ചും പാത്തും കഥയുടെ മറകിലും അല്ലെങ്കിൽ തോട്ടത്തിലും പറമ്പിലും അല്ലെങ്കിൽ ഹോട്ടൽ മുറികളിലും പോയി അവർ ഒന്നും കെട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുമല്ല, അന്ന് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു. എന്താണ് കൊല്ലസുധിയുടെ ഭാര്യയോട് മാത്രം ഇത്രയ്ക്ക് വെറുപ്പ്, ഇത്രയ്ക്ക് പ്രശ്നം? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് വഴിയിൽ ഇറങ്ങി തെണ്ടി നടക്കാൻ പറ്റുമോ? തെണ്ടി ജീവിക്കാൻ പറ്റുമോ? ധർമ്മം എടുത്ത് ജീവിക്കാൻ അവർക്ക് സാധിക്കുമോ? അവരും ഒരു സ്ത്രീയാണ്, അവരൊരു മനുഷ്യനാണ്, 2 കുട്ടികളുടെ അമ്മയാണ്, ഒരു വിധവയാണ്. അവർക്കും ജീവിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ് ഇല്ല, ആർക്കും അതിനുള്ള അവകാശമില്ല. അവർക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ, അവർ ഈ പ്രതിസന്ധികൾ കടന്നുപോയേ സാധിക്കത്തുള്ളൂ. ഞാനും എന്റെ ചാനലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെ പിന്തുണയ്ക്കാനുള്ള ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും. കാരണം ഒരു സ്ത്രീയായ നിങ്ങൾക്കെതിരെ ഇത്രയും രീതിയിലുള്ള സൈബർ ബുള്ളിങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു താര പരിവേഷം ലഭിക്കുന്ന ഒരു അവസരത്തിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് നടക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത ആളുകളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വന്നാലും പബ്ലിക് സ്പീക്കർ എന്ന ഞാനും എന്റെ ചാനലും നിങ്ങൾക്കൊപ്പം 100% ഉണ്ടാവും എന്ന് പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.